മഹേഷ് എന്ന മറ്റൊരു ലോറി ഡ്രൈവർ അങ്കോളയിൽ കുടുങ്ങിക്കിടക്കുന്നയാളാണ്. അതായത് നമ്മുടെ അർജുനുള്ള ആ മണ്ണിടിഞ്ഞു വീണ പ്രദേശത്തിനടുത്ത് തന്നെയുള്ള ഒരു ഭാഗത്താണ് മഹേഷ് ഉള്ളത്. മഹേഷ്, കേൾക്കാമോ? മഹേഷ്, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. മഹേഷ്, ഇപ്പോൾ ഷിരൂരിൽ ഈ മണ്ണിടിഞ്ഞു കിടക്കുന്ന ആ ഭാഗത്ത് അടുത്തെവിടെയെങ്കിലും ആണോ മഹേഷ് ഉള്ളത്? മുന്നോട്ടേക്ക് നീങ്ങാനാകാതെ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണോ? നമ്മൾ കുറച്ച് ബേക്കിലായിട്ടാണുള്ളേ, പുറകിലായിട്ടാണുള്ളേ. ഈ കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്നോ? ഇവിടെ മംഗലാപുരത്തേക്ക് ലോഡും കൊണ്ട് വരുന്ന ഈ അർജുനൊപ്പം ലോഡ് എടുക്കാൻ പോകുന്ന ആളാണോ? അതേ ഇടത്തു തന്നെയാണോ? തടിയാണോ? അവര് വേറെ ലോഡ്, നമ്മൾ വേറെ ലോഡായിരുന്നു. തടി കയറ്റി വരികയായിരുന്നോ മഹേഷും? അവര് തടി കയറ്റി വരുന്നുണ്ട്, നമ്മൾ സിമെന്റ് എടുത്തിട്ട് വരുന്ന വണ്ടിയാ. ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എപ്പോഴാണ് മഹേഷ് അറിഞ്ഞത്? ഞാൻ 16-ാം തീയതി. 16-ാം തീയതി. മഹേഷും അപ്പോൾ ഈ റൂട്ടിൽ തന്നെ വരികയായിരുന്നു അല്ലേ? വരികയായിരുന്നു. ഈ മണ്ണിനടിയിൽ ഇപ്പോൾ അർജുന്റെ ലോറി ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. മറ്റേതെങ്കിലും വണ്ടി ഇതിനടിയിൽ ഉണ്ടാകുമോ? അതുണ്ട്. അവിടെ ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലിൽ എന്തായാലും ചായ കുടിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ നിൽക്കുന്നതാണല്ലോ. എന്തായാലും അന്നിനടിയിൽ വേറെ വണ്ടിക്കാരൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബൈക്കുകളും കാറുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ വഴിയിൽ വേറെ ഹോട്ടലൊന്നുമില്ല? ഹോട്ടലുണ്ട്, ചെറിയ ചെറിയ ഹോട്ടലുകളാണെല്ലാം. തട്ടുകട മാറുള്ള ഹോട്ടലുകളാണെല്ലാം. ഇവിടെ വണ്ടി നിർത്താനുള്ള കുറച്ച് സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെയാണത്. ആ മലയോട് ചേർത്താണോ മഹേഷും വണ്ടിയൊക്കെ നിർത്തിയിടാറുണ്ടായിരുന്നത്? വഴി പോകുമ്പോൾ വണ്ടി നിർത്തി ചായയൊക്കെ കുടിക്കാറുള്ളതാണ്. നമ്മൾ ഈ പ്രാവശ്യം അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളൂ, കുറച്ച് ബേക്കിലായി. മഹേഷിന്റെ ഒപ്പം ഈ റൂട്ടിൽ തന്നെ ലോഡ് എടുക്കാനും ഒക്കെ പോകുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ. അവരാരെങ്കിലും ആ റൂട്ടിൽ വന്നവരെ പിന്നീട് ബന്ധപ്പെടാൻ കഴിയാതെ ഇരിക്കുന്നുണ്ടോ? അവരെല്ലാം സേഫായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മള് 2 വണ്ടിക്കാരിവിടെ കുടുങ്ങിപ്പോയി. 2 വണ്ടിക്കാരല്ല, കുറെ വണ്ടിക്കാരുണ്ട്. നമ്മളിവിടെ കിടക്കുന്നിടത്ത് തന്നെ ഒരു 50 വണ്ടിക്ക് മേളിൽ ലൈനായിട്ട് കിടക്കുന്നുണ്ട്. അത് ഈ അപകടമുണ്ടായ സ്ഥലത്ത് അടുത്ത് തന്നെയാണോ? ഷിരൂരിൽ തന്നെയാണോ? 10 കിലോമീറ്റർ ബേക്കിലാണ്. നമ്മൾ വണ്ടി തിരിച്ചിങ്ങോട്ട് വന്നു, ബേക്കിലോട്ട് വന്നു. അവിടെയും ഈ മല മുറിച്ച് റോഡ് ഉണ്ടാക്കി ഈ മണ്ണ് ഇടിയാനുള്ള സാധ്യതയുള്ള സ്ഥലമാണോ? അതൊക്കെ നോക്കിയാണോ ഇട്ടേക്കുന്നത്? അല്ല. അപകട സാധ്യതയില്ലാത്ത സ്ഥലത്തല്ലേ നിർത്തിയേക്കുന്നത്? അപകട സാധ്യതയില്ലാത്ത സ്ഥലത്താണ് നമ്മൾ വണ്ടി നിർത്തിയിട്ടുള്ളത്. മഴയും കാറ്റും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെയുള്ള അപകട മുന്നറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊന്നും നിർത്തരുത്. ഇന്നലെയൊക്കെ ഇവിടെ ഫുള്ള് മഴയായിട്ട് റോഡിലെല്ലാം ഫുള്ള് വെള്ളം കയറിയായിരുന്നു. അവര് ഒരു മറുപടി പോലും തരുന്നില്ല, അതാണ് പ്രശ്നം. അവിടെ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതേ ഉള്ളൂ, അതായത് ഈ മണ്ണ് നീക്കുന്നതേ ഉള്ളൂ. 3-4 ദിവസമായി അത് തന്നെയാണ്. അവിടെ ഒന്നും ഇല്ല. ഒരു 3-4 JCB ഉണ്ട്, ഒരു ഇറ്റാച്ചി ഉണ്ട്. അവര് പറയുന്നിടത്തൊന്നും അല്ല അവർ പണിയെടുക്കുന്നത്. നിന്നടുത്ത് വണ്ടിയുടെ സിഗ്നൽ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവരവിടെ മാന്തുന്നില്ല. അവർ നോക്കാൻ പോലും തയ്യാറാവുന്നില്ല, അതാണ് പ്രശ്നം. നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കർണാടക മുഖ്യമന്ത്രിയൊക്കെ ഇവിടെ നിന്നുള്ള MP മാരൊക്കെ വിളിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ 7 JCB ഒക്കെ എത്തിയത്. ഞാൻ നമ്മുടെ കാസർഗോഡ് MP ഉണ്ണിത്താനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറിനോട് വിളിച്ച് കാര്യങ്ങൾ സാറ് അവിടെ സ്റ്റേഷനിലേക്കൊക്കെ വിളിക്കാന്നൊക്കെ പറഞ്ഞു. അങ്കോള സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ച് ചെയ്യാന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഈ അർജുനെ പരിചയമുണ്ടോ മഹേഷിന്? നമ്മൾ ഇങ്ങനെ കണ്ടു പരിചയമുണ്ട്, വഴിയിലൊക്കെ കണ്ടു പരിചയമുണ്ട്. അത്ര അങ്ങനെ മറ്റു ചേരുള്ള പരിചയമല്ല. ലോറി ഡ്രൈവർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കണ്ടിട്ടുള്ള പരിചയങ്ങൾ മാത്രം. നിങ്ങൾ സാധാരണ ഈ ലോങ് പോകുമ്പോൾ, അതായത് ഈ സാധനമൊക്കെ കയറ്റി തിരിച്ച് നാട്ടിലെത്തണമല്ലോ, എത്ര ദിവസത്തേക്കുള്ള ഭക്ഷണമൊക്കെ സ്റ്റോക്ക് ചെയ്യാറുണ്ട്? നമ്മൾ വണ്ടിയിൽ അങ്ങനെ സ്റ്റോക്ക് ചെയ്യാറില്ല. നമ്മൾ വണ്ടിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കഴിക്കലാണ്. എന്നുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഇതുപോലെ ഹോട്ടലൊക്കെ നിർത്തിയിട്ട് കഴിക്കുകയാണ്. പിന്നെ അതുപോലെ ഹോട്ടലിൽ നിർത്തി അവിടെ ഉറങ്ങേണ്ട സമയമാകുമ്പോൾ ഇതുപോലെ ഹോട്ടലിന് സൈഡിൽ നിർത്തി ഭക്ഷണം കഴിച്ച് ഉറങ്ങി നേരം വെളുക്കുമ്പോഴൊക്കെയാണ് പോകുന്നത്. അങ്ങനെ വണ്ടി നിർത്തി ഉറങ്ങാൻ കിടന്നതായിരിക്കും അർജുൻ അല്ലേ? 15-ാം തീയതി രാത്രിയിൽ വണ്ടി അവിടെ നിർത്തി ഉറങ്ങിയതാണ് പുള്ളിക്കാരൻ. 15-ാം തീയതി രാത്രിയിലാണ് അപ്പോൾ ഈ മല ഇടിഞ്ഞത്. മഹേഷ്, ഈ അപകടമുണ്ടായത് 16-നാണോ അതോ 15-ന് രാത്രിയിലാണോ? എപ്പോഴാണ് ഈ മല ഇടിഞ്ഞത് നിങ്ങൾ അറിയുന്നത്? രാവിലെ. 16-ാം തീയതി രാവിലെ. 16-ാം തീയതിയിലാണ്. അതിനുശേഷം ആ മല ഇടിഞ്ഞു വീണ് കിടക്കുന്നു എന്നുള്ളതൊക്കെ അറിഞ്ഞ് ആരെങ്കിലുമൊക്കെ ആ ദിവസം തന്നെ എത്തിയിരുന്നോ മണ്ണ് മാറ്റാനൊക്കെ? അന്നൊക്കെ കുറച്ച് വണ്ടിക്കാർ പോലീസുകാരൊക്കെ അങ്ങോട്ട് ഹോട്ടലിലെ 2-3 നാള് ഹോട്ടലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കുറച്ച് നാട്ടുകാരൊക്കെ പോയിട്ട് ഇത് ആക്കിയതല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പോലീസുകാരൊന്നും വന്നിട്ടൊന്നുമില്ല. ശരിക്കും മണ്ണ് നീക്കാൻ തുടങ്ങിയത് എന്നാണ്? വഴി തിരിച്ചു വിടാനാണ് 1-2 വഴിയൊക്കെ ഉണ്ട്. പോലീസുകാർ അതുപോലും ചെയ്യുന്നില്ല.
ഈ മണ്ണ് നീക്കാനൊക്കെ ആളുകളൊക്കെ എപ്പോഴാണ് വന്നു തുടങ്ങിയത് മഹേഷ്? നേരത്തോളമായി. അപ്പൊ ആദ്യത്തെ ആ മണ്ണ് വീണ ദിവസം, അതായത് ഈ മല ഇടിഞ്ഞു വീണ ദിവസമോ അതിന്റെ പിറ്റേ ദിവസമോ ഒന്നും നടന്നില്ല? അന്നൊന്നും നടന്നില്ല. അന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് എല്ലാരും എത്തുന്നത്. ഈ മനുഷ്യരൊക്കെ ഈ മണ്ണിനടിയിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആരും വന്നില്ല? ആൾക്കാർ പറഞ്ഞു, കുറച്ച് പോലീസുകാരൊക്കെ വന്നു, വെള്ളത്തിൽ പൊങ്ങി കാണുന്നവരൊക്കെ രക്ഷപ്പെടുത്തി. കുറച്ച് ആൾക്കാർ അവിടെ ഉള്ള ആൾക്കാർ അവിടുന്ന് രക്ഷപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെ പറഞ്ഞിട്ടാണ് അവിടെ ഇവിടെയൊക്കെ പോയി തപ്പിയിട്ട് ഒരു ബോഡിയൊക്കെ കിട്ടിയത്, ഹോട്ടലിന്റെ അവരൊക്കെ കിട്ടിയത്. കുറെ വാഹനങ്ങളൊക്കെ ഒലിച്ചു പോയല്ലേ തൊട്ടിപ്പുറത്തുള്ള പുഴയിലേക്ക്? ടാങ്കർ ഒലിച്ചു പോയിട്ടുണ്ട്. അത് ലീക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, കറക്റ്റ് അറിയില്ല അത്. മഹേഷിന് ഇപ്പോൾ ആ വഴി നന്നാക്കിയാലല്ലേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂ, അല്ലാതെ വേറെ വഴിയുണ്ടോ? വേറെ വഴിയില്ല, എല്ലാം ബ്ലോക്ക് ആക്കിയിട്ടുള്ള വരാൻ പറ്റും. ഇപ്പോൾ ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ തന്നെ കിടക്കുകയാണോ അതോ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറുന്നുണ്ടോ? കിടക്കുക, വേറെ എല്ലാ വഴിയും ബ്ലോക്ക് ആക്കിയിട്ടുള്ള. ഭക്ഷണമൊക്കെ ഉണ്ടോ? അടുത്ത് ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ട്, ഹോട്ടലിലേക്ക് കയറി കഴിക്കും. ശരി. മഹേഷിന്റെ നാട് എവിടെയാണ്? കോഴിക്കോടാണോ? കാസർഗോഡാണ്. കാസർഗോഡാണ്. അപ്പോൾ ഈ ലോഡ് എടുത്തത് ഈ സ്ഥലത്തു നിന്ന് തന്നെയാണല്ലേ? നമ്മള് അവിടുന്ന് ബെല്ലാരിന്ന് എടുത്തിട്ട് വരുന്ന എന്താ മഹേഷിന്റെ ലോറിയിൽ എന്താണ്? സിമെന്റ്. ഓക്കെ, എവിടെ ഇറക്കാനാ? കാസർഗോട്ടാണോ? മംഗലാപുരം. മംഗലാപുരത്ത് ഇറക്കാനാണ്. ഓക്കെ ഓക്കെ മഹേഷ്, അപ്പോൾ യാത്ര പെട്ടെന്ന് തുടരാനും തിരിച്ച് ഇവിടേക്ക് മംഗലാപുരത്തേക്ക് എത്താനൊക്കെ പെട്ടെന്ന് കഴിയട്ടെ. ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നതേ ഉള്ളൂ. ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി.